10 ലക്ഷം രൂപ വരെ ക്ലെയിം തരാൻ വേണ്ടി കമ്പനി റെഡിയാണ്. 10 ലക്ഷം രൂപയുടെ കവറേജ് കമ്പനി തരുന്നുണ്ട്. വേൾഡിലത്തെ ഫസ്റ്റ് ബ്രാൻഡാഡി ഫയർ എക്സ്റ്റിംഗ്വിഷർ ആണ്. നമ്മളെ ജീവന്റെ വിലയാണല്ലോ. നമ്മളായാലും നമ്മളെ കുടുംബത്തിൽ എല്ലാവരും യാത്ര ചെയ്യുന്ന ഒരു കാറാണ്. അപ്പൊ ഒരു ജീവന്റെ വിലയെക്കാട്ട് വലുതല്ല ഇത്രയും ചെറിയൊരു പ്രൈസിന് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇത് പാറ്റന്റ് പ്രോഡക്റ്റ് ആണ്. നമുക്കറിയാം ഒരു പാറ്റന്റ് ഒരു പ്രോഡക്റ്റിന് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ഫിൽട്രേഷനും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഇത് കിട്ടുന്നത് എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ യൂസ് ചെയ്തിരിക്കുന്ന മാപ്പ് 90 പൗഡർ ആണ്. അതുപോലെ തന്നെ ഇത് നോൺ ടോക്സിക് കൂടിയാണ്. അതെ, പക്ഷെ നമ്മുടെ ഈ പ്രൊഡക്റ്റ് എല്ലാ അപ്രൂവൽസും സർട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത്രയും കോമ്പൻസേഷനും കാര്യങ്ങളും ബെനിഫിറ്റും എല്ലാമായിട്ട് വന്നിട്ട് പോലും എപ്പോഴും ചെയ്യുമ്പോൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്തിട്ട് അവരെ കൊണ്ട് തന്നെ സാധനം ഫിറ്റ് ചെയ്യിപ്പിക്കാം. ആരുടെയും കയ്യിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് പോയിട്ട് സ്വന്തമായിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം നമ്മുടെ ജീവനാണ്, നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും യാത്ര ചെയ്യുന്ന. ഹലോ, നമസ്കാരം. ദിനം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് വാഹനങ്ങൾ കത്തുന്നു, അല്ലെങ്കിൽ കാറുകളൊക്കെ കത്തുന്നു എന്നുള്ളത്. ഓടിക്കൊണ്ടിരിക്കുന്ന കാറുകൾ കത്തുന്നു, ഇത്ര പേര് മരിക്കുന്നു എന്നുള്ള വാർത്തകൾ ദിനം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിന് ഒരുപാട് സൊല്യൂഷൻസ് ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് ഇന്ന് അവൈലബിൾ ആണ്. പക്ഷെ എവിടെയും ഒരു പെർമനന്റ് സൊല്യൂഷൻ കാണാൻ പറ്റിയിട്ടില്ല. ഇതിന് പറ്റിയൊരു പെർമനന്റ് സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ജീവന്റെ വില തന്നെ ഉണ്ട്. നമ്മളും നമ്മളെ കുടുംബത്തിൽ എല്ലാവരും വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണ്. ഒട്ടുമിക്ക എല്ലാവരും വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. വെൽക്കം ബാക്ക്. ഒരു ഫയർ സേഫ്റ്റി പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു കാർ ഫയറിന് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്, ഒരുപാട് റിക്വയർമെന്റ്സ് ഉണ്ട്. സോ അങ്ങനെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എസ്പെഷ്യലി ഇറ്റ് ഷുഡ് ബി എ സ്മോളർ വൺ ആൻഡ് ഇറ്റ് ഷുഡ് ബി എ കോമ്പാക്ട് വൺ. അങ്ങനെ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ബ്രാൻഡ്സ്റ്റാഡി അവതരിപ്പിക്കുന്ന ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിംഗ്വിഷർ. ഇതാണ് ആ ഒരു പ്രോഡക്റ്റ്. ഇത് വളരെ റിലയബിൾ ആയ ഒരു സാധനമാണ്, അതുപോലെ തന്നെ കോമ്പാക്റ്റും കൂടിയാണ്. നമുക്കറിയാം ഒരു ക്യാപ്സൂൾ രൂപത്തിലാണ് ബ്രാൻഡ്സ്റ്റാഡി എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഒരു പ്രോഡക്റ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. സോ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വളരെ എക്കോ ഫ്രണ്ട്ലി ആണ്, അതുപോലെ തന്നെ നോൺ ടോക്സിക്കും കൂടിയാണ്. സോ ഇതിന്റെ വർക്കിംഗ് എല്ലാം കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആണ്. അതുപോലെ തന്നെ ഹൈലൈറ്റിംഗ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ഇൻസ്റ്റാളേഷൻ ആണ്. വെരി സിമ്പിൾ ഇൻസ്റ്റാളേഷൻ ആണ്. അതുപോലെ തന്നെ ദർ ഇസ് നോ മെയിൻ്റെനൻസ് അറ്റ് ഓൾ. എങ്ങനെയുണ്ട് സാധനം? അടിപൊളിയല്ലേ? ഓക്കെ, നമുക്ക് ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി നമുക്ക് ഇതിന്റെ ടെക്നിക്കൽ ടീംസ് എല്ലാം നമുക്ക് കൂടെയുണ്ട്. സോ ലെറ്റ്സ് വെൽക്കം മിൻഡോ, സണ്ണി. വെൽക്കം ടു അവർ ചാനൽ. സോ ബ്രാൻഡ്സ്റ്റാഡി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു ഇന്നോവേഷൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. സോ എന്താണ് അതിനെ പറ്റിയിട്ട് രണ്ട് വാക്ക് പറയുകയാണെങ്കിൽ? ബ്രാൻഡ്സ്റ്റാഡി എന്ന് പറഞ്ഞ കമ്പനി ബ്രാൻഡ്സ്റ്റാഡി കസ്റ്റമർ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. അപ്പോൾ ആ കമ്പനി 2013 ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവരത് ആദ്യമായിട്ട് കൊണ്ടുവന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫയർബോളാണ്. ഫയർബോളിന് ശേഷം ഇപ്പോഴാണ് ഇങ്ങനെ വണ്ടികൾ കത്തിപ്പിടിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. ഇത് കമ്പനിയുടെ തന്നെ R&D വികസിപ്പിച്ചെടുത്ത പ്രൊഡക്റ്റ് ആണ്. തന്നെ അതിന്റെ സർട്ടിഫിക്കേഷൻ ആണെങ്കിലും ഒരുപാടുണ്ട്. ഓൾറെഡി നമുക്ക് ജയ്പൂർ ലാബിൽ വെച്ച് ഇന്ത്യ ഗവൺമെന്റ് ടെസ്റ്റ് ചെയ്ത ടെസ്റ്റ് റിപ്പോർട്ട് ഉണ്ട്. ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇത് പാറ്റന്റ് പ്രൊഡക്റ്റ് ആണ്. നമുക്കറിയാം ഒരു പാറ്റന്റ് ഒരു പ്രൊഡക്റ്റിന് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ഫിൽട്രേഷനും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഇത് കിട്ടുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ കമ്പനിക്ക് LERC സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് കോംപ്ലയൻസ് സർട്ടിഫിക്കറ്റ്, ISO സർട്ടിഫിക്കറ്റ്, പിന്നെ ഗോഗ്രീൻ, അതുപോലെ ഷാർക്ക് ടാങ്ക് ടെലിവിഷൻ പ്രോഗ്രാമിൽ ഫണ്ടിങ് കിട്ടിയ കമ്പനിയാണ്. യൂട്യൂബിൽ അവൈലബിൾ ആണ്. ബ്രാൻഡ്സ്റ്റാഡി ഷാർക്ക് ടാങ്ക് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ കാണാൻ പറ്റും. അപ്പൊ ഇതാണല്ലേ നമ്മളൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഫസ്റ്റ് തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വേൾഡിലത്തെ ഫസ്റ്റ് ബ്രാൻഡാഡി ഫയർ എക്സ്റ്റിംഗ്വിഷർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതൊരു ക്യാപ്സ്യൂൾ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഏകദേശം വെയിറ്റ് എന്ന് പറയുന്നത് എത്ര ഗ്രാം ആണ്? ഏകദേശം 600 ഗ്രാമാണ് പ്രോഡക്റ്റിന്റെ വെയിറ്റ് വരുന്നുള്ളൂ. അതിൽ തന്നെ മെജോറിറ്റി പൗഡേഴ്സ് തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പൗഡർ തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫയേഴ്സിൽ തന്നെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ടല്ലോ, ശരിക്കും കേട്ടിട്ടുണ്ട് ഒരുപാട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് എന്നുള്ളത്. അത് ശരിക്കും എങ്ങനെയാണ്, നമുക്ക് ഇത് ഏതൊക്കെ കാറ്റഗറീസിലാണ് ശരിക്കും പെടുത്താൻ പറ്റുന്നത്? ഇത് നമുക്ക് ക്ലാസ് ഓഫ് ഫയേഴ്സിലെ A, B, C and E ഇത്രയും ക്ലാസ് ഓഫ് ഫയേഴ്സിന് ഈ പ്രൊഡക്റ്റ് അനുയോജ്യമാണ്. ഫയർ ആൻഡ് സേഫ്റ്റി ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ആ പൗഡർ തന്നെ നമുക്ക് പല ക്വാളിറ്റിയിലുണ്ട്. MAP 30 ഉണ്ട്, MAP 50 ഉണ്ട്, MAP 90 ഉണ്ട്. നമ്മുടെ യൂസ് ചെയ്തിരിക്കുന്ന MAP 90 പൗഡർ ആണ്. അത് നമ്മുടെ ഗവൺമെന്റ് ടെസ്റ്റ് റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 90.86% പ്യൂരിറ്റി ആണ് അത് കാണിച്ചത്. ഓൾമോസ്റ്റ് 91% പ്യൂരിറ്റി ആണ് പൗഡർ. അത്രയും പ്യൂരിറ്റി ഉള്ള പൗഡർ ആണ്. ഓൾമോസ്റ്റ് നോക്കി എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കുന്നത് തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പൗഡർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് പ്രോഡക്റ്റ് നമുക്ക് വണ്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ളതിന്റെ 100% ഗ്യാരണ്ടി പറയുന്നതിനുള്ള കാരണം ഇത് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ചെറിയൊരു പ്രോഡക്റ്റ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചെറിയൊരു ഡെമോ കൂടി നമ്മൾ കാണിച്ചു തരാം.
അപ്പൊ ഇങ്ങനെയാണ് ഇതൊരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അതെ അതെ നമ്മളെ എഞ്ചിൻ ബേയില് ഈ ഒരു ബോണറ്റിന്റെ അടിയിലായിട്ട് അതെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളിപ്പോ ഫിക്സ് ചെയ്യണ മാക്സിമം സ്ട്രോങ് ആയിട്ട് തന്നെയാണ്. ഇതിനകത്ത് എത്രവിധ ഷേക്കോ കാര്യങ്ങളോ വന്നാലും ഇതിൽ കൂടുതലൊന്നും വരാൻ പോകുന്നില്ല. എങ്ങനെ വന്നാലും ഇത് എത്ര വർഷം വേണേലും ഇത് ഇരുന്നോളും, താഴെ പോവൊന്നും ചെയ്യില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു രണ്ട് കോർണർ പിടിക്കാനുള്ള കാരണം ഒന്ന് എഞ്ചിൻ സൈഡിലേക്ക് ഒന്ന് ബാറ്ററി സൈഡിലേക്ക്. അതെ, ആ എഞ്ചിൻ റൂം ഫുള്ള് കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിലായിട്ട് വെക്കുന്നത്. ഇതിന്റെ ശരിക്കും ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഫയർ വരുമ്പോ എങ്ങനെയാണ് ശരിക്കും ഫയർ വരുമ്പോ ഇത് ബ്ലാസ്റ്റ് ആവുകയാണ് ഇതിന്റെ ഉള്ളിൽ. ഇതിനകത്ത് ഫയർ വന്ന് ഇത് സെൻട്രൽ സെൻസർ ഉണ്ട്. അപ്പൊ ഇത് ഫയർ വന്ന് ഈ പ്രൊഡക്റ്റിന്റെ ഏത് ഭാഗത്ത് ടച്ച് ചെയ്താലും ഈ സെൻസർ ആക്ടിവേറ്റ് ആവുന്ന രീതിയിലാണ് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അത് ഏകദേശം എത്ര സെക്കൻഡ്സ് ആയിരിക്കും? മാക്സിമം ഒരു 3 to 10 seconds ആണ് ആക്ടിവേഷൻ ടൈം വരുന്നത്. അപ്പൊ അതിനുള്ളിൽ സംഭവം ബ്ലാസ്റ്റ് ആയി ഇത് പൗഡർ ഫുൾ സ്പ്രെഡ് ആവും. ഈ പൗഡർ ചെന്നിട്ട് അടിച്ചിട്ടുള്ള ശക്തി കൊണ്ട് മാത്രമല്ല, ഇത് മോണോഅമോണിയം ഫോസ്ഫേറ്റ് എന്ന് നമ്മൾ പറഞ്ഞു, അതായതുകൊണ്ട് തന്നെ ഇതിന്റെ ചെയ്യണ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഓക്സിജൻ പ്രസൻസ് ഇല്ലാണ്ടായി കളയും. ഈ ക്യാബിന്റെ അകത്തുള്ള ഓക്സിജൻ പ്രസൻസ് ഇല്ലാണ്ടാവുന്നതുകൊണ്ട് പിന്നെ ഓക്സിജൻ അല്ലെങ്കിൽ തീ കത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഫയർ പെട്ടെന്ന് തന്നെ കെടുത്തി കളയുന്നത്. അതുപോലെ തന്നെ ഇത് നോൺ ടോക്സിക് കൂടിയാണ്. അതെ, നമ്മുടെ ദേഹത്ത് തട്ടിയാലോ ഇപ്പൊ നമ്മൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ചിട്ട് ആളുകളുടെ ദേഹത്തുള്ള തീ കിടത്തുന്നത് കണ്ടിട്ടില്ല. അത് അങ്ങനെയുള്ള ഒരു കെമിക്കലാണ്, നമുക്കൊന്നും സംഭവിക്കില്ല. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ ഒരു പ്രോഡക്റ്റിന്റെ വാറന്റി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും? വാറന്റി വന്നിട്ട് കമ്പനി ഇതിന് 3 വർഷത്തെ വാറന്റിയാണ് തരുന്നത്. നമുക്ക് വണ്ടി ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിക്സ് ചെയ്ത ഡേറ്റ് മുതൽ, എക്സ്പയറി ഡേറ്റ് ഇല്ല, ഫിക്സ് ചെയ്ത ഡേറ്റ് മുതൽ അങ്ങോട്ടേക്ക് 3 വർഷത്തെ വാറന്റി നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മളിപ്പോ ഈ വണ്ടിയിൽ ഇപ്പൊ ഇന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഇന്ന് തൊട്ട് 3 വർഷം വരെ. അതെ. അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 വർഷത്തെ വാറന്റി പീരീഡിൽ 10 ലക്ഷം രൂപ വരെ ക്ലെയിം തരാൻ വേണ്ടി കമ്പനി റെഡിയാണ്. 10 ലക്ഷം രൂപയുടെ കവറേജ് കമ്പനി തരുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. 10 lakh ക്യാഷ് കോമ്പൻസേഷൻ ഇൻ കേസ് ഓഫ് ഫയർ, കാർ ബേണായി പോയിട്ടുണ്ടെങ്കിൽ. പിന്നെ അതിലും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് ഒരു 3 to 10 സെക്കൻഡ് കൊണ്ടാണ് ഇത് തീ കടത്തി കളയുക. അപ്പൊ അത്രയും സമയം കൊണ്ട് ഇത് പ്രൊഡക്റ്റ് നമുക്ക് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്താലും അത്രയും സമയം കൊണ്ട് ഉണ്ടാവുന്ന ഫയർ കൊണ്ട് ഉണ്ടാവുന്ന ഡാമേജസ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ വരെ മെയിൻ്റനൻസ് ഫീ ആയിട്ട് തരാനും കമ്പനി റെഡിയാണ്. അപ്പൊ അത്രത്തോളം ട്രസ്റ്റി ആണ് സാധനം. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ഒരു പ്രൈസിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? പ്രൈസ് വരുന്നത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം 10 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ, 30 ലക്ഷം രൂപ കൊടുത്ത് മേടിക്കുന്ന വണ്ടികളിൽ നമുക്ക് നമ്മുടെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ആകെ 2300 രൂപയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് 2 എണ്ണം വരുമ്പോഴത്തേക്ക് കാറുകളാണെന്നുണ്ടെങ്കിൽ മാക്സിമം 4600 രൂപയാണ് ഇതിന്റെ പ്രൈസിങ് വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്നുള്ളൂ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്കിപ്പോ ഇതിനകത്ത് കമ്പയർ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ പല പല മാർക്കറ്റുകളിൽ ലഭ്യമാണ്. ഏകദേശം 28,000 രൂപയോളം അതിന്റെ ഫിറ്റിംഗ് ചാർജ് വരുന്നുണ്ട് പ്രൊഡക്റ്റ് അടക്കം. അപ്പൊ അതിന് 1 വർഷത്തെ വാറന്റി ഉള്ളൂ. യാതൊരുവിധ അപ്രൂവൽസോ കാര്യങ്ങളോ സർട്ടിഫിക്കറ്റ്സോ ഒന്നുമില്ല. പക്ഷെ നമ്മുടെ ഈ പ്രൊഡക്റ്റ് എല്ലാ അപ്രൂവൽസും സർട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത്രയും കോമ്പൻസേഷനും കാര്യങ്ങളും ബെനിഫിറ്റും എല്ലാമായിട്ട് വന്നിട്ട് പോലും 2300 രൂപയാണ് പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് വരുന്നുള്ളൂ. അത്രയും പൈസ കൊടുത്തിട്ട് കാർ വാങ്ങുമ്പോൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വെക്കാന്ന് പറയുന്നത് നമ്മളെ ജീവന്റെ വിലയാണല്ലോ. നമ്മളായാലും നമ്മളെ കുടുംബത്തിൽ എല്ലാവരും യാത്ര ചെയ്യുന്ന ഒരു കാറാണ്. അപ്പൊ ഒരു ജീവന്റെ വിലയെക്കാട്ട് വലുതല്ല. ഇത്രയും ചെറിയൊരു പ്രൈസിന് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും മെയിൻ്റെനൻസ് ചാർജ് കാര്യങ്ങൾ വരുന്നുണ്ടോ? മെയിൻ്റെനൻസ് ചാർജ് കാര്യങ്ങളൊന്നും വേറെ വരുന്നില്ല. വൺ ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അവിടെ ഇരുന്നോളും. വേറെ മെയിൻ്റെനൻസ് ഒന്നും വരുന്നില്ല. പിന്നെ വേറെ കാര്യം, ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം കമ്പനിയിനകത്ത് വരുന്നത് നമുക്ക് കേബിൾ ടൈ ആണ്. നമുക്കറിയാം കേബിൾ ടൈ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇത്രയും ഒരു ഓൾമോസ്റ്റ് വണ്ടികളിൽ വരുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പുതിയ വണ്ടികളാണെങ്കിൽ 80-85 ഡിഗ്രി, പഴയ വണ്ടികളാണെങ്കിൽ 90-95 ഡിഗ്രി മാക്സിമം റണ്ണിംഗിൽ ടെമ്പറേച്ചർ വരുന്നുണ്ട്. അപ്പൊ ആ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേബിൾ ടൈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുറച്ച് കളയുമ്പോഴത്തേക്കും പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്തിട്ട് അവരെ കൊണ്ട് തന്നെ സാധനം ഫിറ്റ് ചെയ്യിപ്പിക്കാം. ആരുടെയും കയ്യിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് പോയിട്ട് സ്വന്തമായിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. നമുക്കിപ്പോ കോൺടാക്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്? ഇപ്പൊ കോൺടാക്ട് നമ്പർ ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ പർച്ചേസ് ചെയ്യാൻ? എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാനായിട്ട് കോൺടാക്ട് നമ്പർ ഉണ്ട്. അത് നമുക്കിപ്പോ ഇന്ത്യയിൽ മൊത്തം ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. കേരളത്തിലാണെങ്കിലും എല്ലാ ഡിസ്ട്രിക്ട് ബേസിലും നമുക്ക് ആളുകളുണ്ട് ഫിറ്റ് ചെയ്യാനായിട്ട്. എല്ലാ ഏരിയയിലും ഉണ്ട്, കേരളം മൊത്തത്തിലുണ്ട്. അപ്പൊ നമ്പർ എന്തായാലും വീഡിയോന്റെ താഴെയായിട്ട് നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കാം. ആ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം നമ്മുടെ ജീവനാണ്, നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും യാത്ര ചെയ്യുന്നതാണ്. വണ്ടികളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. കാരണം അത്രയും ഒരു ലോ ബഡ്ജറ്റിനാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. സോ താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. മറ്റു ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്.